നിങ്ങളുടെ ക്യാഷ് കൊണ്ട് സുക്കർബർഗ് കോടീശ്വരനാവുന്നല്ലാതെ നിങ്ങളുടെ ബിസിനസ്സിന് കാര്യമായിട്ട് വല്ല മാറ്റമൊക്കെ വരുന്നുണ്ടോ? മെറ്റാഡ്സിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് ലീഡ്സ് കിട്ടുന്നുണ്ട്, ക്ലിക്സ് വരുന്നുണ്ട്, പക്ഷേ കയ്യിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് കാര്യമായിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസിന്റെ മിക്കവാറും സർവീസ് ബിസിനസ് ഓണേഴ്സിന്റെയും ഇ കൊമേഴ്സ് ആണെങ്കിലും സെയിൽസിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ആളുകളുടെ ഒക്കെ പ്രശ്നം ഇതാണ്. ഒരു മിഡ് ലെവലിൽ എത്തുമ്പോഴും ഉള്ളൊരു പ്രശ്നം ഇതാണ്. സോ ദിസ് ഇസ് ദ ഡേ 5 ഓഫ് 10 ഡേയ്സ് മെറ്റാഡ് സീരീസ്. അപ്പോൾ സീരീസിന്റെ പാതി വൈലെത്തി കഴിഞ്ഞു. ഇന്നത്തെ ടാർഗറ്റിംഗ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ പോയി നോക്കുക, കൂടെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. കാരണം ഓരോ ദിവസവും നമ്മൾ ബിസിനസ് ഗ്രോത്ത് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്വാളിറ്റി വിഎസ് ക്വാണ്ടിറ്റി എന്നൊരു ട്രാപ്പിനെ കുറിച്ചിട്ടാണ്. ബിസിനസ് മാനേജറിൽ CTRഉം ക്ലിക്സും ഒക്കെ ഉണ്ട്. ഈ ക്ലിക്ക് ചെയ്യുന്നവരൊക്കെ ആരാണ്? അതുപോലെ തന്നെ ചിലപ്പോൾ പലരും പറയുന്നത് ലീഡ്സ് വരുന്നുണ്ട്, ക്വാളിറ്റി ഇല്ലാന്ന്. അപ്പൊ പലരും ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലർ പ്രൈസ് ചോദിക്കുന്നുണ്ടാവും, ചിലർ പറയും ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാൻ പറയും, എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കും. പിന്നെ അവർ നോക്കിക്കഴിഞ്ഞാൽ അവർ ഗോസ്റ്റ് പോലെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എ ക്ലിക്ക് ഈസ് ജസ്റ്റ് എ ക്യൂരിയോസിറ്റി, ഇറ്റ് ഈസ് നോട്ട് എ കമ്മിറ്റ്മെന്റ്. സർവീസ് ബിസിനസ്സുകളിൽ അതൊരു ക്ലിനിക്കോ ഏജൻസിയോ എന്തോ ആവട്ടെ, ആളുകൾ നിങ്ങളെ സർവീസ് എടുക്കുന്നത് നിങ്ങളെ വിശ്വാസമുള്ള ഉണ്ടാവുമ്പോഴാണ്, അല്ലാതെ ജസ്റ്റ് നിങ്ങളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ക്രിയേറ്റീവോ കണ്ടതുകൊണ്ട് മാത്രമല്ല. അപ്പൊ ഈ ഒരു ട്രസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആൻഡ്രോമയുടെ അപ്ഡേറ്റ് ഒക്കെ അനുസരിച്ചിട്ട് ഇത് ഫിക്സ് ചെയ്യാൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു എന്താ പറയാ ക്വാളിറ്റിയുടെ ഇഷ്യൂ നമുക്ക് കുറവാക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിയേറ്റീവ് ക്ലാരിറ്റിയാണ് നമുക്ക് ആദ്യം വേണ്ടത്. നിങ്ങളുടെ ആഡിൽ തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നത് ആർക്കുള്ളതാണ്, ചുമ്മാ എല്ലാവരെയും വിളിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യാതെ ക്രിയേറ്റീവായി തന്നെ നമ്മൾ ഓഡിയൻസിനെ ആദ്യമായിട്ടൊന്ന് ഫിൽട്ടർ ചെയ്യുക. അത് ചീപ്പായിട്ട് സർവീസ് തേടി വരുന്നുള്ളവർക്കല്ല എന്ന് നിങ്ങളുടെ ആഡ് കോപ്പി തന്നെ അത് ബോൾഡ് ആയിട്ട് തന്നെ പറയണം അവിടെ, എന്നാൽ അവർക്ക് അത് മനസ്സിലാവും, അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാതിരിക്കാം. സോ യുവർ ആഡ് കോപ്പി മസ്റ്റ് ബി യുവർ ഫസ്റ്റ് ഫിൽട്ടർ. അപ്പൊ അനാവശ്യമായിട്ട് ക്ലിക്ക് ചെയ്യുന്നവരെ ഇവിടെ കുറച്ചൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെ പൈസ കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ പുതിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി പെട്ടെന്ന് ആഡ് സ്റ്റാർട്ട് ചെയ്യാതെ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ കുറച്ച് ട്രസ്റ്റ്, കുറച്ച് ഓർഗാനിക് പോസ്റ്റുകളൊക്കെ ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ടെക്നിക്കൽ സൈഡിൽ നമ്മുടെ SMS വെരിഫിക്കേഷൻ ഉണ്ട്, ലീഡ് ഫോം ആണെങ്കിൽ. അതുപോലെ തന്നെ കണ്ടീഷൻ ലോജിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വെറുതെ ആർക്കും വന്ന് ഫോം ഫില്ല് ചെയ്യാൻ പറ്റരുത്. അതിൽ ഒതന്റിക്കേഷൻ ഇതല്ല, ലീഡ്സ് വെറും വേസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇനി വാട്സപ്പിലാണ് നിങ്ങൾ ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫോം എനബിൾ ആക്കിയിട്ടുള്ള ലീഡ് ഓട്ടോമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എൻക്വയറി വന്നാൽ അത് ക്വാളിഫൈ ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നായിട്ടുള്ള ഓട്ടോമേറ്റഡ് മെസ്സേജുകൾ അവർ തന്നെ വേണം. അപ്പൊ ഒരു സിസ്റ്റം അല്ലാതെ ഒരിക്കലും നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ഓട്ടോമേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇപ്പോൾ ശരിക്കുള്ള ഒരു പ്രോസ്പെക്ട് ആണോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഉറപ്പ് വരുത്താൻ പറ്റും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ. ഈവൻ കണ്ടീഷൻ ലോജിക്കലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, മെറ്റാ ഡെലിവേഴ്സ് അറ്റൻഷൻ, യുവർ സിസ്റ്റം കൺവേർട്സ് ഇറ്റ്. അപ്പൊ ആൽഗോരിതം നിങ്ങൾക്ക് തരുന്ന ആ ഒരു അറ്റൻഷനെ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം. അപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഒരുപാട് ലീഡ്സ് വേണമെന്ന്. അപ്പൊ ഒരു ക്വാളിറ്റി ഇല്ലാത്ത 100 ലീഡ്സിനേക്കാൾ നല്ലത് ക്വാളിറ്റി ഉള്ള 10 പ്രോസ്പെക്ട് ആയിട്ടുള്ള ലീഡ്സ് ആണ്. സോ ഇനി മുതൽ ലോ ക്വാളിറ്റി ലീഡ്സിനെ കുറ്റം പറയുന്ന മുമ്പ് നിങ്ങളുടെ കൺവേർഷൻ സിസ്റ്റം എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുക. ഇനീഷ്യലി ഒരുപാട് ലീഡ് ആഡ്സിലോട്ട് തന്നെ പോവാതെ കുറച്ച് ബ്രാൻഡ് അവയർനെസ്സും കുറച്ച് എൻഗേജ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കി കൊടുക്കുക.